പാവയ്ക്കുണ്ട്, വഴുതനങ്ങ. നമ്മൾ എന്തോ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലു കണ്ടിട്ടായിട്ടുണ്ട്. ഹലോ, അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്നൊരു ഓഫ് ഡേ ആണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇതിൽ കുക്ക് ചെയ്യാന്ന് വിചാരിച്ചു എന്തൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ വിചാരിച്ചു കേട്ടോ എഗ് പഫ്സ് ഉണ്ടാക്കാന്ന്. അതിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു ഷോപ്പിംഗ് സെന്ററിൽ വന്നേക്കാണ്, വാൾമാർട്ട് എന്ന് പറയും. അപ്പോൾ അവിടെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കപ്പയൊക്കെ കിട്ടും കേട്ടോ. കേട്ടോ, കപ്പ മാത്രമല്ല പാവയ്ക്കുണ്ട്, വഴുതനങ്ങ. എല്ലാം ചീത്ത വഴുതനങ്ങയാണെന്ന് തോന്നുന്നു. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി. നമുക്ക് വെളുത്തുള്ളി വേണ്ടേ? നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വേണോ? വെളുത്തുള്ളി എടുക്കാം അല്ലേ. പിന്നെ നമുക്ക് ഇതെന്തോ ശരിക്കും ഏത്തക്ക നമ്മുടെ നാട്ടിലത്രയും ഒരു ടേസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി അടുത്ത പഫ്സിന് വേണ്ടിയിട്ട് മുട്ട എടുക്കുകയാണ് ഞാൻ പോയിട്ട്. മുട്ട എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് പഫ് പേസ്ട്രി ആണ് കേട്ടോ. ഇതാണ് ഞങ്ങൾ എടുക്കുന്ന പഫ് പേസ്ട്രി. സംഗീതയുടെ സ്ഥിരമായിട്ടുള്ള ഡ്യൂട്ടി തുടങ്ങിയിരിക്കുന്നു ഗായ്സ്. ഇതിനെല്ലാം നമ്മളിവിടെ വന്നേന്നുള്ള കാര്യം സംഗീതം മറന്നു പോയിരിക്കുന്നു. വരൂ മതി. ഒരു സാധനം പൊക്കിയിട്ടുണ്ട് ഗൈസ്. നോക്കട്ടെ, ലുക്ക് നോക്കട്ടെ സംഗീതയുടെ. വെക്കൂ, ഒന്നുകൂടെ വെക്കൂ. അയ്യോ, കണ്ണ് കാണാൻ പറ്റുന്നില്ലല്ലോ. പാവം, കണ്ണടിച്ചു പോയല്ലോ. വേറെ പലതരം ക്യാപ്പുകളുണ്ട് ഗൈസ്. ആണോ? അപ്പോൾ ഇനി എടുത്ത സാധനങ്ങളൊക്കെ ബില്ല് ചെയ്യാണ് കേട്ടോ. ബില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് വേഗം നമുക്ക് അടുത്ത പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. സമയം ഒരുപാടായി. പഫ്സ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമുക്ക് 3 സവാള അരിഞ്ഞെടുക്കണം. ഞാൻ ഓൾറെഡി സവാളയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ചെറിയതായിട്ട് സ്ലൈസ് ആയിട്ട് അരിയാം. ഇത് എന്റേതായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഗൈസ്. അപ്പോൾ ശരിയാവുമെന്ന് അറിയത്തില്ല. എന്തോ സവാള കഴിഞ്ഞിട്ട് എന്റെ കൂടെ ഇവിടെ ഒരു ചെറിയ യൂട്യൂബർ ഉണ്ട്. ഒരു ഹായ് പറഞ്ഞ നല്ലൊരു ഹായ് നല്ല കൂടിട്ടോ അറ്റ കൂടെ. നമുക്കിനി ഇതിപ്പോ അരിഞ്ഞെടുക്കാം. നല്ലൊരു സവാള വേണ്ട, നല്ലൊരു പഫ്സ് മതി അല്ലേ? നിന്റെ മൂക്കരിയുന്ന നമ്മള് സവാള മൊത്തം അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വേണ്ടത് ഗ്രീൻ ചില്ലി വേണം, അതായത് പച്ചമുളക് വേണം. പിന്നെ അതേപോലെ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം, ഒരു 7 വെളുത്തുള്ളി വേണം. ഇതെല്ലാം എന്റെ കണക്കാട്ടോ. ഇഞ്ചി ഇട്ടിട്ട് വെളുത്തുള്ളി ഇട്ടിട്ട് അരിഞ്ഞെടുക്കണം. അതാണ് കേട്ടോ, അരിഞ്ഞെടുക്കണം. നല്ല പൊളിക്കും. നമ്മൾ എന്തോ ഉണ്ടാക്കാൻ പോകുന്നേ നല്ലു? എന്ത് പഫ്സ് ഉണ്ടാക്കാൻ പോന്നേ? എഗ് പഫ്സ് ഉണ്ടാക്കാൻ പോവാ അല്ലേ? എഗ് പഫ്സ് ഉണ്ടാക്കാൻ പോവാട്ടോ ഞങ്ങള്. എന്റെ കൂടെ വന്നിരിക്കുകയാണ്, മാറാതിരിക്കുക അല്ലേ നല്ലോ? അങ്ങനെ ഇരിക്കുക ആണല്ലേ. പഫ്സിനുള്ള മസാല റെഡിയാക്കാൻ പോവാണ് കേട്ടോ. മസാല റെഡിയാക്കാനായിട്ട് നമ്മൾ ഓൾറെഡി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി ഇത് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ നമ്മൾ ഒഴിച്ചിട്ടു കേട്ടോ. ഈ ഓയിൽ അടിക്കാനുള്ള ഓയിൽ തന്നെ യൂസ് ചെയ്യണേ. അത് നമ്മളിവിടെ ഒഴിച്ചു. നേരത്തെ ഞാൻ അരിഞ്ഞ് ഇരുന്ന സമയത്ത് തന്നെ മുട്ട 4 എണ്ണം പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. മുട്ട പുഴുങ്ങി റെഡി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇനി ബാക്കി നമുക്ക് മസാല റെഡിയാക്കിയിട്ട് ബാക്കി സെറ്റ് ചെയ്യാം. എണ്ണ ഇവിടെ ചൂടായി കഴിഞ്ഞു. നമുക്ക് ഇനി സവാള ഇടാം. സവാള ഇട്ടു, അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. അതിനൊപ്പം തന്നെ നമുക്കിനി പച്ചമുളക് ഇടാം. ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം.
സവാള അവിടെ വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. ഓവൻ ആദ്യമേ പ്രീഹീറ്റ് ചെയ്തിടണം. ഞാൻ ഇത് ഒരു 350 ഡിഗ്രി സെൽഷ്യസിൽ ഇട്ടേക്കാണ് കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റോളം പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടേ. ഓക്കെ, അപ്പം നമ്മളുടെ സവാള ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നോക്കൂ, നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുള്ള നമ്മളുടെ മസാലപ്പൊടികളൊക്കെ ചേർക്കാം കേട്ടോ. ആദ്യം നമ്മുടെ മുളക് പൊടി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഇടാം. സോറി, 2 ടീസ്പൂണാണ്. 2 ടീസ്പൂണാണ് ഇടുന്നത്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മതിയാവും. ഇനി അടുത്ത മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി നമുക്കൊരു ടീസ്പൂൺ ഇടാം. അടുത്ത ഗരം മസാല നമുക്കൊരു 1/4 ടീസ്പൂൺ ഇടാം. ഇനി ഇതെല്ലാം കൂടെ നമ്മളുടെ സവോളയിൽ നന്നായിട്ടങ്ങ് യോജിപ്പിച്ച് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യണം. മസാല ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ മാറ്റി വെക്കാം. ഇതൊന്ന് തണുക്കട്ടെ. ഇവിടെ ഒരു 8 പഫ്സ് ഉണ്ടാക്കാനുള്ള മുട്ടയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഷീറ്റ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഷീറ്റ് ഒന്ന് തണുക്കണം. ഫ്രീസറിൽ വെച്ചിരുന്നത് കൊണ്ട് അതൊന്ന് തണുത്താലേ നമുക്ക് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് മസാല സെറ്റ് ചെയ്യാം പഫ്സിനായിട്ടുള്ള. അതിന് ഷീറ്റിലേക്ക് മസാല ആവശ്യത്തിനനുസരിച്ചിട്ടോ എല്ലാവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മസാല ഇടുക. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട വെക്കണം. മുട്ട ഞാൻ അതിൽ വെക്കുന്ന ആ രീതിയിലെ അതേപോലെ മാത്രമേ മുട്ട വെക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ബേക്കായി വരുന്ന സമയത്ത് ചിലപ്പം പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ റാപ്പ് ചെയ്യുക, കറക്റ്റായിട്ട് ഇത് കവർ ചെയ്യുക. കവർ ചെയ്യുമ്പോൾ മേക്ക് ഷുവർ ചെയ്യുക എല്ലാ സൈഡും നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെയും കൂടെ കവർ ചെയ്ത് കൊടുക്കുക. ഷീറ്റ് ആക്ച്വലി നമുക്ക് തമ്മിൽ ഒട്ടുന്നതിനെ കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഓവനിലേക്ക് കയറ്റാം. ഞാൻ ഓൾറെഡി പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലേക്ക് നമ്മൾ ഇതിനെ വെച്ച് കൊടുക്കാം. ഞാനൊരു അലൂമിനിയം ഫോയിൽ പേപ്പറിൽ കവർ ചെയ്തിട്ടാണ് കേട്ടോ ട്രേ വെച്ചിരിക്കുന്നത്. ഒന്ന് കുഴപ്പമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 250 ടെമ്പറേച്ചറിലാണ്, 250 ഡിഗ്രി സെൽഷ്യസിലാണ് വെച്ചിരിക്കുന്നത്. ഓൾറെഡി ബേക്ക് ആയിരുന്നു. അതൊരു 5 മിനിറ്റ്സ് ആദ്യം വെച്ച് നോക്കി. അപ്പോൾ നമ്മളുടെ പഫ്സ് ആയിട്ടുണ്ടെന്ന് കേട്ടോ തോന്നുന്നത്. നമുക്കൊന്ന് നോക്കാം. കളറൊക്കെ കണ്ടിട്ട് ആയിട്ടുണ്ട്. ചൂടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് മസാലയൊക്കെ ടേസ്റ്റ് ഉണ്ടോ? മുട്ട പഫ്സിന്റെ ടേസ്റ്റ് ഉണ്ടോ? ക്രിസ്പി ആയിട്ടുണ്ടോ? ഇഷ്ടായോ? പിന്നെ ഞാനിവിടെ ഒന്ന് കഴിച്ചു നോക്കാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുറച്ച് ഉപ്പ് കൂടുതലാണ് മസാലയ്ക്ക്, പക്ഷെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് എഗ് പഫ്സ് കിട്ടുമ്പോഴത്തേക്കുള്ള ആ ഒരു ക്രിസ്പിനെസ് ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഒന്ന് കാണിച്ചു നോക്കൂ. നമ്മുടെ ആ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. തൊടുമ്പോൾ തന്നെ പൊട്ടി പൊട്ടി പോകുന്നുണ്ട്. ശരിക്കും നമ്മുടെ നാട്ടിലെ അതേ പഫ്സിന്റെ പോലെ തന്നെ ഒരു സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നമുക്ക് കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ അറിയിക്കണം. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് കമന്റ് ഇടുക, അഭിപ്രായം പറയുക. അതിന്റെ ഒപ്പം തന്നെ ഞാനിപ്പോൾ എടുത്ത് ഈ കുക്കിംഗ് വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പറയുക. അപ്പോൾ അതും എനിക്കൊന്ന് സെറ്റ് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ നന്നായിട്ടെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ എഗ് പഫ്സ് വീഡിയോ. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക, ഫുഡൊക്കെ കഴിക്കുക. അപ്പൊ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ